ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു ചിക്കൻ ബ്രെഡ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയായ ചിക്കൻ ബ്രെഡ് റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു 1/8 കപ്പ് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഓയിലും ഒനിയനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേവിക്കാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ചെടുത്തതിന് ശേഷം ചിക്കനും ഇതൊക്കെ നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. ചിക്കൻ ഞാൻ കുക്ക് ചെയ്യാതെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി ഒരു 1/8 കപ്പ് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമ്മുടെ പാന് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എല്ലാം നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ നമ്മുടെ ചിക്കനും അതുപോലെ സവാളയൊക്കെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. ഇതെല്ലാം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ബ്രെഡ് റോൾസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഷീറ്റ്സൊക്കെ പരത്തിയെടുക്കാനായിട്ട്. ഈ സെയിം മാവ് ഉണ്ടാക്കുന്നത് തന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഈ മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ഈ 4 ഈക്വൽ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഓരോന്നും നമുക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും റോൾ ചെയ്ത് എടുക്കാനായിട്ട് തുടങ്ങാം. അതുപോലെ തന്നെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ല നമ്മൾ റോൾ ചെയ്യുന്ന, ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ റോൾ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മുടെ ചിക്കൻ്റെ ഒനിയൻ്റെ മിക്സ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മിക്സ് സൈഡിലോട്ടൊന്നും പോവാതെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ സൈഡ്സൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ. ഇതിപ്പോൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ട് വേണം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മുടഞ്ഞെടുക്കുന്നൊക്കെ ആ സ്റ്റൈലിൽ ഒരു സൈഡിൽ നിന്ന് ആദ്യം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ ഡോൻ്റെ റെസിപ്പിയുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. ഞാനിത് ഓരോന്നും ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇത് ഓരോന്നായിട്ട് വെച്ചെടുക്കാവുന്നതാണ്. ടോട്ടൽ 4 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ സൈസിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് എഗ് വൈറ്റ് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ റോളിൻ്റെ മുകളിലൊക്കെ കുറച്ച് എഗ് വൈറ്റ് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട് വേണം ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കൊരു 150 ഡിഗ്രിയിൽ ഒരു ഓവനിൽ വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ എല്ലാം നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നിങ്ങൾക്ക് ചീസ് വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.